ഗൈസ്, നമ്മുടെ 2025 ക്രിസ്മസിന് വേണ്ടിയുള്ള ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാനുള്ള ഭയങ്കര വമ്പൻ പരിപാടികളാണ്. നമ്മളിവിടെയുള്ള മെറ്റീരിയൽസ് കൊണ്ടാണ് കേട്ടോ. ഇതുണ്ട്, ഈ ക്രിസ്മസിന് ചുവട് റൗണ്ടിലുള്ള നമ്മൾ കേബിളാണ്, ഒപ്റ്റിക് ഫൈബർ കേബിൾ കൊണ്ടാണ് റൗണ്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ഘട്ടം ഘട്ടമായിട്ട് കാണിക്കാം. ഇതേ കേബിളാകുമ്പോൾ വലിയ ബലമില്ലാത്തതുകൊണ്ട് ഒരു 2-3 പ്രാവശ്യം ചുറ്റി നല്ല ടേപ്പടിച്ച് നല്ല ബലത്തിലാക്കി എടുക്കുക കേട്ടോ. ഇതിൻ്റെ ചുവട് ഒരു ഷേപ്പ് വേണമല്ലോ, റൗണ്ട് ഷേപ്പ്. അപ്പോൾ അതിനുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കുക. ഇപ്പോഴത്തെ പിന്നെ മുള വെച്ച് നമ്മൾ സൈഡെല്ലാം മുള കീറി സെറ്റാക്കും. ഞാൻ കാണിക്കാം, ഇതൊന്ന് ചെയ്തോട്ടെ. ഇതിപ്പം നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള സാധനം കൊണ്ട് ഉണ്ടാക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇത് റൗണ്ടിന് എന്ത് വേണമെങ്കിലും എടുക്കാം. ഇപ്പം കമ്പിയിട്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ബക്കറ്റിന് അടപ്പൊക്കെ ഇല്ലേ, നമ്മുടെ പെയിൻറ്റ് ബക്കറ്റിന് അടപ്പ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഈ ഉപയോഗശൂന്യമായ സാധനം ഉണ്ടല്ലോ റൗണ്ടിലുള്ള, അങ്ങനെ എന്തുകൊണ്ട് വേണമെങ്കിലും ഈ ഒരു ബേസ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഒരു സാധനം ഇത് കൊണ്ട് അങ്ങ് ഉണ്ടാക്കുന്നേ ഉള്ളേ. നമുക്ക് ഇത്രയും മതി. ഈ റിച്ച് ബലം ഉണ്ട്, ആ ഒരു ഇതിലും കട്ട് ചെയ്യുക. ഇതിൻ്റെ ബേസ്മെൻറ്റ് അടുത്ത വർഷം നമ്മൾ ഇത് തന്നെ ഉപയോഗിക്കും. പക്ഷേ അലങ്കാരവും കാര്യങ്ങളൊക്കെ അടുത്ത വർഷം നമ്മൾ മാറ്റും. ഓക്കെ, ഈ വർഷം നമ്മൾ കാണിക്കാം, ചെയ്ത് തുടങ്ങിയതേ ഉള്ളൂ. ഇതുണ്ടോ, നമ്മൾ കേബിൾ ചുറ്റി ഇൻസുലേഷൻ ടേപ്പ് ചുറ്റി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അത് അത്യാവശ്യം റൗണ്ടിൽ കണ്ടല്ലോ. ആ കേബിൾ ചുറ്റി എടുക്കാൻ കാരണം ഈ റൗണ്ട് കൃത്യമായിട്ട് കിട്ടും. കാരണം കേബിൾ റോളായിട്ടല്ലേ വരുന്നത്. പെട്ടെന്ന് നമ്മളെടുത്ത് കൃത്യമായിട്ട് വെച്ചങ്ങ് പോയാൽ മതി. കമ്പിയൊക്കെ ആകുമ്പോൾ അത് ഷേപ്പൊക്കെ ആക്കി വരാൻ ഇച്ചിരി പണിയാണ്. ഇതാകുമ്പോൾ എളുപ്പമാണ്. ടേപ്പങ്ങ് അടിച്ചു കഴിഞ്ഞാൽ സംഭവം സെറ്റാണ്. കണ്ടോ ഗൈസ്, ഇത് കണ്ടോ, നമ്മൾ ഇത്രയും മുള നമ്മൾ അടുത്തുണ്ടേ, ഇത്രയും മുള 2-3 പീസ് നീളത്തിൽ കൊണ്ടുവന്നത്. ഇത്രയും അധികം ഹൈറ്റ് വേണ്ടാത്തതുകൊണ്ട് ഒരു ഇത്രയും ഹൈറ്റുള്ള പീസുകളാക്കി. ആ പീസിനെ നമ്മൾ 4ആയിട്ട് കീറി. കണ്ടോ, ഇങ്ങനെ 4ആയിട്ട് കീറി. വേണമെങ്കിൽ ഇച്ചിരി കൂടെ കനം കുറയ്ക്കാം, ഇച്ചിരി കൂടെ ഫ്ലെക്സിബിലിറ്റി കിട്ടും. എങ്ങനെയാണെന്ന് വെച്ചാൽ അവരവരുടെ വ്യക്തി പോലെ ചെയ്തോണം. കണ്ടോ, 4 പീസായിട്ട്. ഇനി ഇതിനെയാണ് നമ്മൾ ഈ റൗണ്ട് തൊട്ട് സെറ്റ് ചെയ്യുന്നത്. ഇത്രയും 2 മുള കീറി 8 പീസ് എടുത്തിട്ടുണ്ടേ. കണ്ടോ, 8 പീസ്. ഓക്കെ, നമുക്ക് ബാക്കി പരിപാടി ചെയ്യാം. ഇത് കണ്ടോ, ഇപ്പോഴത്തോട്ട് ഇനി നമ്മളിതെല്ലാം സെറ്റ് ചെയ്യുവാണേ. കണ്ടോണം, എല്ലാം ടേപ്പ്, ഇൻസുലേഷൻ ടേപ്പുള്ള പരിപാടികളാണ് കേട്ടോ. ഇൻസുലേഷൻ ടേപ്പിലാകുമ്പോൾ ഇച്ചിരി നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യുമെങ്കിൽ ഫ്ലെക്സിബിലിറ്റി ഇച്ചിരി കിട്ടും, ഒടിഞ്ഞും പോകത്തില്ല. അതുകൊണ്ടാണ് ഇൻസുലേഷൻ ടേപ്പ് കൊണ്ടുള്ള പരിപാടികൾ ചെയ്യുന്നത്. ഓക്കെ, ഇതിങ്ങനെ വെക്കുന്നു, ടേപ്പടിക്കുന്നു. ഒരു ഇത്രയും അവരൊരു ഇഷ്ടം പോലെ ഇടുക. ഞാനിപ്പോൾ ഇത്രയും ഇട്ടെന്നേ ഉള്ളൂ, നിലത്തോട്ട് മുട്ടാൾ കാല് പോലെ കേട്ടോ. ഒരു 10 സെൻറ്റിമീറ്റർ, 10ഓ 5ഓ അവരൊരു ഇഷ്ടം പോലെ. അപ്പം ഞാൻ ഇച്ചിരി കൂട്ടിയിട്ടെന്നേ ഉള്ളൂ. അപ്പം നമ്മൾ ഇതുണ്ടോ, ഇതിങ്ങനെ ഇതുപോലെ 8 പീസും നമ്മളിത് സെറ്റ് ചെയ്യും കേട്ടോ. ഇതിപ്പം ഞാൻ ആദ്യം ഇത് വിട്ടുപോകാതിരിക്കാൻ വേണ്ടി 2 വെച്ച് ഇങ്ങനെ ടേപ്പ് അടിക്കുന്നതേ ഉള്ളേ. ഇതിലോട്ട് ഇനി ഓരോന്നോരം നമ്മൾ ജോയിൻ ചെയ്തങ്ങ് പോകും. നമ്മൾ ഓരോന്നോരം നമ്മൾ സെറ്റ് ചെയ്ത് പോവാം കേട്ടോ. നോക്കണം, ഇങ്ങനെ വെച്ച് ലെവലും നോക്കണേ, എവിടെ ഒട്ടിക്കണ്ടേന്ന് അതനുസരിച്ച് വേണം ചെയ്യാൻ. കണ്ടോ, ഇതിപ്പോൾ ഒരു നമ്മുടെ ഒറ്റാലിൻ്റെ ഷേപ്പായി. അപ്പോൾ ഇങ്ങനെ ഷേപ്പ് വന്ന് ഇനി നമ്മൾ ഇടയ്ക്ക് മാക്സിമം ഇവിടെയൊക്കെ കമ്പ് കൊടുക്കാൻ കൊടുത്തോണം, നമുക്ക് ഒരു റൗണ്ട് കിട്ടാനും വേണ്ടി കേട്ടോ. അപ്പം ഞങ്ങളിപ്പം 8 കൊടുക്കുന്നുള്ളൂ. അത് അവരവരുടെ ഇഷ്ടം പോലെ ചെയ്തോണം. നമുക്ക് ഷേപ്പ് കിട്ടാനും വേണ്ടി നമ്മൾ ഈ സൈഡിലെല്ലാം ഇതുപോലെ സെറ്റാക്കുക. അപ്പം നമ്മൾ ഷേപ്പ് ചെയ്യുന്ന കൂട്ടത്തിലേ പൊടിയെ ട്യൂഷന് പോകാൻ സമയമായി. അപ്പം പൊടി ട്യൂഷന് പോകണോ വേണ്ട എന്നിങ്ങനെ ഇതിൻ്റെ ഭാഗം ആകാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുമായിരുന്നു. പൊടിയെ നമ്മൾ നിർബന്ധിച്ച് ട്യൂഷന് വിടാൻ പോവുകയാണ്. പൊടി ഭാഗം കൊണ്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പഠിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര അലർജിയാണ് ചിലർക്കൊക്കെ. ഇവിടെ ആ 8 പീസും ഇവിടുത്തെ സെറ്റാക്കിയിട്ടുണ്ട്. ഇതെല്ലാം ഒട്ടിക്കാമേ, നല്ല ഭംഗിയായിട്ട് ഒരു ഷേപ്പ് വരത്തക്ക രീതിയിൽ അങ്ങ് ഒട്ടിക്കാം. ഈ വർഷത്തെ ക്രിസ്മസ് ഉള്ള സംഭവം റെഡിയാക്കുവാണ്. ഇത് ആർക്ക് വേണേലും സിമ്പിളായിട്ട് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ മുള കിട്ടാനില്ലാത്തവർ കമ്പൊക്കെ വെച്ചാണെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. ക്രിസ്മസ് ട്രീ ഒക്കെ മേടിക്കാൻ കിട്ടും. പക്ഷേ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അത് വേറൊരു വൈബാണ്. അതിനോട് ഒത്തൊരുമിച്ച് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുക, ക്രിസ്മസിന് ഫുഡ് ഉണ്ടാക്കുക. ക്രിസ്മസിൻ്റെ ആയിട്ടുള്ള ഫുഡൊക്കെ നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ. പറയത്തില്ല, വരുമ്പോൾ കണ്ടോണം, വെറൈറ്റി ഐറ്റമാണ്. തനതായ ക്രിസ്മസിൻ്റെ നല്ല പഴയ അമ്മച്ചിമാരൊക്കെ ഉണ്ടാക്കുന്ന, അമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന ഫുഡ് നമ്മളിവിടെ ഉണ്ടാക്കി കാണിക്കും. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്ബൊക്കെ ചെയ്യണം, എല്ലാം ചെയ്യണം കേട്ടോ. സബ്ബ് പ്രത്യേകം പറയണ്ടല്ലോ, സബ്ബ്, ലൈക്ക്, ഷെയർ എല്ലാം ചെയ്തോണേ. നിങ്ങളുടെ എല്ലാം സപ്പോർട്ടാണ് നമ്മുടെ ചാനലിൻ്റെ വിജയം. ഓക്കെ, ഒന്നും മറന്നുപോലെ നമ്മളെ പ്രോത്സാഹിപ്പിക്കണേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും കണ്ടോ, 8 പീസ് വിധത്തിൽ സെറ്റാക്കി. കണ്ടോ, ഇത് നമ്മുടെ ഏകദേശം ഒറ്റാലില്ലയോ, മീൻ പിടിക്കുന്ന ഒറ്റാലിൻ്റെ ഷേപ്പ് വന്നു കണ്ടോ. ഇങ്ങനെയാണ് ഈ സംഭവം. ഇത്രയും ചെയ്തു. അപ്പോൾ ഇത് നോക്കിക്കൊണ്ട് അജിതയും അപ്പുറത്തെ മേളത്തെ മഞ്ജു ചേച്ചിയൊക്കെ ഇവിടെ അടുത്ത് പോയിട്ടുണ്ട്. ചേച്ചി എങ്ങോട്ട് ചേച്ചി?
സൂപ്പർ അല്ലയോ? ഓക്കെ. ആ ചേച്ചിയുടെ മഞ്ജുചേച്ചിയുടെ ആദ്യത്തെ മുള ഞങ്ങൾ മോഷ്ടിച്ചോ. ചേച്ചി വരുന്നതിന് മുമ്പ് ഞങ്ങൾ മോഷ്ടിച്ച മുളയായത്. എന്ത് പിന്നെ മണ്ടയ്ക്കൊരു ചെറിയ സ്പേസർ പോലെ എന്ത് കൊടുക്കുവാണേ. ശ്രദ്ധിച്ച് ചെയ്യണം, ഈ ഈറയൊക്കെ മുളയൊക്കെ ആയിട്ട് കൈ മുറിയല്ല. ഒരു ഷേപ്പിന് വേണ്ടി ഒരു റൗണ്ട് സാധനം, അതാ ഇൻസുലേഷൻ ടേപ്പിൻ്റെ തീർന്നതിൻ്റെ ഒരു സാധനം ഞങ്ങളോട് കയറ്റി വെക്കുന്നതേ ഉള്ളൂ. എന്തെങ്കിലും റൗണ്ട് ഉള്ളെങ്കിൽ അങ്ങോട്ട് കയറ്റി വെച്ചാൽ മതി. ചെറിയൊരു ഷേപ്പ് ഒന്ന് സെറ്റാക്കാൻ വേണ്ടി അത്രേ ഉള്ളൂ. ഇത് കണ്ടോ, നമ്മളിങ്ങനെ ഷേപ്പ് വരത്തക്ക രീതിയിൽ ഇങ്ങനെ ടേപ്പ് പിടിച്ചൊന്ന് സെറ്റാക്കുവാണേ. ഇതിന് മണ്ടയ്ക്ക് വേണം നമുക്ക് അലങ്കാരപ്പണികളൊക്കെ. ഈ ഒരു പരിപാടി ക്രിസ്മസ് ട്രീയുടെ മെയിൻ ഭാഗം കഴിഞ്ഞു കേട്ടോ. കണ്ടോ, മെയിൻ സെറ്റപ്പ് കഴിഞ്ഞു. ഇനി ഇതിൽ ഇങ്ങനെ നമ്മൾ റൗണ്ടിലുള്ള അലങ്കാരം ചെയ്യുന്ന അതിൻ്റെ പേരെന്താടാ, ഈ സ്പൈറലായിട്ടുള്ള തോരണത്തിൻ്റെ സാധനം ഉണ്ട്, അത് ചുറ്റി അത് പിന്നെ അലങ്കാരപ്പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ക്രിസ്മസ് ട്രീ ആയി. ലൈറ്റ് മേടിച്ചിട്ടുണ്ട് നമ്മൾ, കത്തി ഇൻക്ലൂഡ് ചെയ്യുന്ന ലൈറ്റൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ സ്ട്രക്ചർ. സ്ട്രക്ചർ ഉണ്ടാക്കുന്ന എല്ലാവരും മനസ്സിലായി. ഇനിയിപ്പോൾ എളുപ്പമാണ്. സ്ട്രക്ചർ കഴിഞ്ഞാൽ കഴിഞ്ഞു, പണി മുക്കാലും പണിയും കഴിഞ്ഞു. പിന്നെ ശ്രദ്ധിച്ച് അതൊക്കെ ചുറ്റിയെടുത്താൽ മതി. ഓക്കെ. ഇന്ന് നമ്മൾ മറ്റേ ഈ കമ്പി, ഒരു കമ്പിയൊക്കെ മേടിക്കാൻ കിട്ടുന്നത് കേട്ടോ. ഈ കെട്ടുകമ്പി പോലെ എന്തെങ്കിലും മേടിച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. ഈ കമ്പി കൊണ്ട് ചെറിയൊരു ഷേപ്പ് ഉണ്ടാക്കി വിടണം. അല്ലെങ്കിൽ നമ്മളിത് തോരണം ചുറ്റുമ്പോൾ അല്ലെങ്കിൽ ഈ സംഭവം തോരണം ഊന്നി നാപ്പടി പോരും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കൊക്കെ ഒന്ന് കമ്പി കെട്ടി കൊടുക്കാം. നമ്മൾ കമ്പിയും കൊണ്ട് ഇങ്ങനെ എല്ലാം ബൈൻഡ് ചേർക്കുക കേട്ടോ. പിന്നെ സപ്പോർട്ട്, ഇതെല്ലാം സപ്പോർട്ട് വേണം. അല്ലെങ്കിൽ നമ്മൾ അലങ്കാരപ്പണി ചെയ്യുമ്പോൾ ഇത് അലങ്കാരം എല്ലാം താപ്പോട്ടങ്ങ് പോകും. ഇതാകുമ്പോൾ ഒരു ചെറിയ കെട്ടിയൊക്കെ വെക്കുകയും ചെയ്യാം. അതനുസരിച്ച് കെട്ടുകമ്പി മേടിച്ചാൽ മതി. കെട്ടുകമ്പി മേടിക്കാൻ കിട്ടുമല്ലോ, ഇരുമ്പ് പോലെയല്ലേ. കെട്ടുകമ്പി മേടിച്ചങ്ങ് ചെയ്തോണം. ഇപ്പം നമ്മൾ ഈ കേബിളിൻ്റെയൊക്കെ പണികളുണ്ട്. നമ്മൾ ഈ സംഭവങ്ങൾ, ഈ കമ്പികളെല്ലാം ഉണ്ട്. നമ്മുടെ സ്ട്രക്ചർ റെഡി ആയിട്ടുണ്ടേ. അപ്പോൾ ഇത് ഈ വലുപ്പത്തിലുള്ള ക്രിസ്മസ് ട്രീ എന്തായാലും മേടിക്കുമ്പോൾ നല്ല റേറ്റ് ആവും. ഇതാകുമ്പോൾ നമുക്ക് രസമാണ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ, നമുക്കൊരു സംതൃപ്തി വരും മനസ്സിൽ, നമ്മൾ ഉണ്ടാക്കിയല്ലോ എന്നുള്ളത്. പിന്നെ ഇത് സ്ട്രക്ചർ ഉണ്ടാക്കുന്നതൊക്കെ എന്തുവാ, അടുത്ത കാണാൻ മുളയോ കമ്പോ ഒക്കെ ഉണ്ടാക്കി എടുക്കുക, കെട്ടുകമ്പി മേടിക്കുക, ഇൻസുലേഷൻ ടേപ്പ് മേടിക്കുക, നമ്മൾ സ്ട്രക്ചർ റെഡിയായി. അപ്പോൾ ഇത്രയൊരു ക്രിസ്മസ് ട്രീയുടെ സംഭവം മേടിക്കണമെങ്കിൽ തന്നെ 500 രൂപയ്ക്ക് വില എന്തായാലും ആവും. വലുതാകുമ്പോൾ അതിനനുസരിച്ച് വിലയാവും. ഈ ടൈപ്പ് ഒന്നും മേടിക്കണമെങ്കിൽ എങ്ങനെ പോലും ഒരു 1000 രൂപയ്ക്ക് അടുത്താവും. ഓക്കെ. നമുക്കപ്പോൾ ഇനി ഇതിനകത്ത് വർണ്ണം ഇതിൻ്റെ അലങ്കാരപ്പണികളൊക്കെ ചെയ്ത് നോക്കാം. ഓക്കെ. നമ്മൾ അലങ്കാരപ്പണി ഇതിൻ്റെ ഒന്ന് ചെയ്യുവാണേ. വർണ്ണക്കടലാസൊക്കെ ഒട്ടിക്കുന്ന പണികൾ. നമ്മളിത് ചിത്രപ്പണികൾ ചെയ്യുക കേട്ടോ. ഈ വർണ്ണക്കടലാസ്, പണ്ടൊക്കെ വർണ്ണക്കടലാസ് തിളങ്ങുന്നതല്ല, റിബൺ പോലത്തെ കുറേ കളറുള്ള പേപ്പറിനെ അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അന്നൊന്നും ഇതൊന്നും ഇല്ല. നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ ഈ സാധനമല്ല. ഒരു പണി കിട്ടി. അപ്പോൾ ഈ തിളങ്ങുന്ന നമ്മുടെ വർണ്ണക്കടലാസ് തീർന്നു പോയിരിക്കുകയാണ്. ഇനി ഇതാണുള്ളത്. അപ്പോൾ നമ്മൾ വളരെ ശക്തമായിട്ട് ഇതിൻ്റെ പണി തീർക്കും ഇന്ന് രാത്രി. അപ്പോൾ അതിന് ഞങ്ങൾ മേടിക്കാൻ പോകണേ. പോയിട്ട് വരാം. പിന്നെ ഇത് കണ്ടോ, ഇത് കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഇതും ഒക്കെ കുറച്ചുകൂടെ മേടിച്ചുകൊണ്ട് വരാം. വലിയ വിലയില്ല, 10-20 രൂപയൊക്കെ ഉള്ളൂ ഇതിനൊക്കെ. ഇതിന് 50 രൂപ, ഇതിന് 20 രൂപ, ഇതിന് 30 രൂപ. ഓക്കെ. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ മേടിച്ചുകൊണ്ട്. പിന്നെ വേറെ ഐറ്റംസ് ഒക്കെ ഉണ്ടോ? തൂക്കിയിടാനുള്ള ഐറ്റം ഉണ്ട്, എല്ലാം സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പോയിട്ടെ, ഇവിടെ അടുത്ത കട റാന്നി, ഒരു 3 കിലോമീറ്റർ ഉള്ളൂ, അവിടെ പോയിട്ട് വരട്ടെ. കഴിച്ചതുകൊണ്ടോ നമ്മുടെ സാധനം തീർന്നു പോയായിരുന്നു. നമ്മളപ്പം ആവശ്യമുള്ള സാധനങ്ങളെല്ലാം മേടിച്ചുകൊണ്ടോ. 6 സാധനം ഇതുണ്ടോ, സൂപ്പർ കളറ്. ഇത് ഈ ഐറ്റം ഇതെൻ്റെ മുമ്പേ ഇത് കുറച്ചേ ഉള്ളായിരുന്നു. പിന്നെ ഇത് ഒരു ഐറ്റം, ഇത് നമുക്ക് മെയിനായിട്ട് കുറഞ്ഞു പോയേ, ഈ പച്ച ഗിൽറ്റ് പോലത്തെ. നമ്മുടെ ക്രിസ്മസ് ട്രീ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ ഫൈനൽ എന്ന് പറഞ്ഞാൽ നമ്മളിത് ലൈറ്റ് ഇടും, അത്രേ ഉള്ളൂ. പിന്നെ അത് മണികൾ ഇതെല്ലാം നമ്മൾ സെപ്പറേറ്റ് മേടിച്ചാണ്ടോ. ചെറിയ മണി, വലിയ മണി, പാപ്പായ മേടിച്ചു, സ്റ്റാർ മേടിച്ചു, ഇങ്ങനെ അലുക്കൊക്കെ ഉണ്ട് കേട്ടോ, തിളങ്ങുന്ന സാധനങ്ങൾ. ഇതെല്ലാം കൂടെ നമുക്ക് ഒരു 1000 രൂപയ്ക്ക് താഴെയുള്ളൂ. ഇതിന് സ്ട്രക്ചർ ഉണ്ടാക്കുന്ന നേരത്തെ കാണിച്ചായിരുന്നില്ല. നമ്മുടെ കമ്പോ അല്ലെങ്കിൽ ചെറിയ മുളയോ ഒക്കെ ഉണ്ടെങ്കിൽ ആ സ്ട്രക്ചറെല്ലാം ഉണ്ടാക്കിയിട്ട് ബാക്കി സാധനം എല്ലാം കൂടി 1000 രൂപയ്ക്ക് താഴെ നിൽക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ക്രിസ്മസ് ആണ്, അവരവരുണ്ടാക്കുമ്പോൾ നമുക്കൊരു വേറൊരു എക്സ്പീരിയൻസാണ്. മേടിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വേറൊന്ന്, പക്ഷേ എങ്കിൽ നമ്മൾ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ വേറെ സന്തോഷവും കാര്യങ്ങളൊക്കെ നൽകുന്നതാണ്. പിന്നെ നമ്മളിതിൻ്റെ ട്രീ മാത്രമായിട്ട് മേടിക്കാൻ പോയാൽ തന്നെ 1000 രൂപയ്ക്ക് മേലാവും, നല്ലൊരു ട്രീ മേടിക്കണമെങ്കിൽ. ഇത് കണ്ടോ, ഇതെല്ലാം കൂടെ 1000 രൂപയ്ക്ക് താഴെ വന്നുള്ളൂ. അപ്പോൾ എല്ലാം ഇത് ചെയ്ത് നോക്കണം. അപ്പം ക്രിസ്മസ് വരികയാണ്, എല്ലാവർക്കും ഒരു അഡ്വാൻസ് മെരി ക്രിസ്മസ്. ഓക്കെ. നമ്മുടെ ഈ ഇനിയും ഒന്നുകൂടെ കാണിക്കാം. ഇതിനകത്ത് ലൈറ്റ് ഇട്ടിട്ട് ഫൈനലായിട്ടൊന്ന് കാണിക്കാം. നമ്മൾ ട്രീ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാം ലൈറ്റെല്ലാം അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ.
ഞാൻ ലൈറ്റ് ഒന്ന് ഓൺ ചെയ്ത് കാണിക്കാം. നമ്മുടെ റിംഗ് ലൈറ്റ് ഓഫ് ചെയ്തെങ്കിൽ കാണത്തില്ല. റിംഗ് ലൈറ്റ് ഓഫ് ചെയ്യേ, എന്നിട്ട് ഈ ലൈറ്റ് ഓൺ ചെയ്യാം. നമ്മുടെ ഫൈനൽ ലുക്ക് കണ്ടോണം. ഓൺ ചെയ്യട്ടെ. ഞാനിവിടെ ഇരിപ്പുണ്ടേ, ഇരുട്ടത്തിരിക്കുക. പക്ഷെ നിങ്ങളെ ഇത് കാണിക്കാൻ വേണ്ടി, നമ്മുടെ മച്ചാന്മാരെ എല്ലാവരെയും ഇത് കാണിക്കാൻ വേണ്ടി ഞാൻ സ്വിച്ച് ഓൺ ചെയ്യുകയാണ്. കണ്ടോ എങ്ങുണ്ട്? അടിപൊളിയല്ലേ? കളർ ലൈറ്റും ഉണ്ട്, മറ്റേ വെള്ള ലൈറ്റും, വേറെ അടാർ സാധനം ഉണ്ട്. കണ്ടോ, എല്ലാ സെറ്റപ്പും ഉണ്ട്. എങ്ങനെയുണ്ട് ഗൈസ്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ക്രിസ്മസ് ആശംസകൾ. മേരി ക്രിസ്മസ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക മാത്രമല്ല കേട്ടോ, നമ്മുടെ ചാനൽ അജിതയും ഉണ്ണിയും ചാനൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ഒക്കെ ചെയ്യണം. എല്ലാം ചെയ്തേക്കണേ. നമ്മളെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കണം. പ്രോത്സാഹനമാണ് നമുക്ക് ഇതുപോലുള്ള പുതിയ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ ഒരു പ്രചോദനമാകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മേരി ക്രിസ്മസ്. ബൈ.